സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അവരുടെ വരുമാനമല്ല ഉദ്ദേശിക്കുന്നത്, അവർ ജോലിയിൽ പ്രവേശിച്ച ആ സ്റ്റാറ്റസാണ് നോക്കുന്നത്. ഉദാഹരണത്തിന് ക്ലാസ് 1 ഓർ ക്ലാസ് 2 ആയിട്ടാണ് അവർ സർവീസിൽ പ്രവേശിച്ചതെങ്കിൽ അവരുടെ മക്കൾക്ക് നോൺ ക്രീമിലെയർ സർട്ടിഫിക്കറ്റിന് അർഹതയുണ്ടായിരിക്കുകയില്ല. എന്നാൽ ഒരാൾ ക്ലാസ് 3 ആയിട്ട് സർവീസിൽ പ്രവേശിച്ചു, ഇപ്പോൾ ക്ലാസ് 1 ഓഫീസറാണ് എന്ന് വിചാരിച്ച് ക്ലാസ് 1 ആണല്ലോ എന്ന് വിചാരിച്ച് നമുക്ക് സർട്ടിഫിക്കറ്റ് നിഷേധിക്കാനും പറ്റില്ല. ബിസിനസ്സുകാർക്ക് നമ്മൾ പ്രധാനമായും വരുമാനം തന്നെയാണ് നമ്മൾ അടിസ്ഥാനമായിട്ട് പരിഗണിക്കേണ്ടത്. അപ്പോൾ അവർ ഒന്നുകിൽ IT റിട്ടേൺ ഉണ്ടെങ്കിൽ അത് ഹാജരാക്കാം, അവരുടെ ബിസിനസ്സിൽ നിന്നുള്ള വരുമാനം എന്താണ് എന്നുള്ളതിനുള്ള സത്യവാങ്മൂലം ഹാജരാക്കാം. ബിസിനസ്സുകാർക്ക് വാർഷിക വരുമാനം തന്നെയാണ്, അത് 8 ലക്ഷം രൂപയിൽ താഴെ ആണെങ്കിൽ മാത്രമേ അവർക്ക് ഈ സർട്ടിഫിക്കറ്റ് ലഭ്യമാവുകയുള്ളൂ. വിദേശത്ത് ജോലിയാണെങ്കിൽ അവരുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി എപ്പോഴും നിർബന്ധമായി ഹാജരാക്കണം. അതോടൊപ്പം തന്നെ അവരുടെ വരുമാനം സംബന്ധിച്ച് അവരൊരു സത്യവാങ്മൂലം എഴുതി ഹാജരാക്കേണ്ടതുണ്ട്. അപ്പോൾ അവരുടെ ജാതി തെളിയിക്കുന്ന രേഖകൾ വേണം, അതോടൊപ്പം തന്നെ വരുമാനം തെളിയിക്കുന്ന എന്ത് രേഖയാണോ ഉള്ളത് അതും കൂടെ ഹാജരാക്കേണ്ടതുണ്ട്. മറ്റൊരു സംശയം എന്താണെന്ന് വെച്ചാൽ, രക്ഷിതാക്കളും കുട്ടികളും വിദേശത്താണെങ്കിൽ അവർ എന്തെല്ലാം രേഖകളാണ് ഹാജരാക്കേണ്ടത്? അവർ അപേക്ഷകർ എപ്പോഴും ഇന്ത്യൻ പൗരനായിരിക്കണം എന്നുണ്ട്. അപ്പോൾ അവർ വിദേശത്തെ ഗൾഫിലോ, ഉദാഹരണമായിട്ട് ഗൾഫിലോ എന്തെങ്കിലും ആണെങ്കിൽ അവർക്ക് ഓൺലൈനായി തന്നെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. പക്ഷെ അവരെ വരുമാനം സംബന്ധിച്ച് എപ്പോഴും ഒരു സത്യവാങ്മൂലം, ഒരു അഫിഡവിറ്റും കൂടി അവർ ഹാജരാക്കേണ്ടതുണ്ട്. ഇവർ നാട്ടിൽ എന്തെങ്കിലും വർക്ക് വേരികളുണ്ടെങ്കിൽ അവർ താമസിച്ചിരുന്ന സ്ഥലത്തെ വില്ലേജ് ഓഫീസർ വഴി അന്വേഷണം നടത്തിയാണ് സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നത്. അപ്പോൾ എവിടെയാണോ അവർ മുൻപ് താമസിച്ചിരുന്നത് അവിടുത്തെ വില്ലേജ് ഓഫീസർ മുഖാന്തരം അവർക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഓൺലൈനായി അവർക്ക് വിദേശത്തിരുന്ന് തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതിൻ്റെ സംവരണം ലഭിക്കുന്നതിനൊക്കെ വിദേശത്തുള്ളവർക്ക് അതിൻ്റെ അന്വേഷണത്തിലൂടെയാണ് ലഭ്യമാകുന്നത്. ഇപ്പോൾ ഒരാൾ ഇന്ത്യൻ പൗരനാണ്, പക്ഷേ ഇപ്പോൾ അമേരിക്കൻ പൗരത്വം സ്വീകരിച്ചു, അല്ലെങ്കിൽ UK പൗരത്വം സ്വീകരിച്ചു, അങ്ങനെയുള്ളവർ എപ്പോഴും പാസ്പോർട്ടിൻ്റെ കോപ്പി കൂടി ഹാജരാക്കണം. വിദേശത്തുള്ളവർ മസ്റ്റായിട്ടും പാസ്പോർട്ടിൻ്റെ കോപ്പി ഹാജരാക്കേണ്ടതുണ്ട്. മറ്റൊരു വിഭാഗം രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും സംശയമാണ്, അവർക്കിപ്പോൾ റേഷൻ കാർഡിൽ പേരില്ല അല്ലെങ്കിൽ ആധാർ കാർഡ് ഇല്ല, ആ ഒരു വിഭാഗത്തിന് സർട്ടിഫിക്കറ്റിന് അർഹതയുണ്ടോ? സർട്ടിഫിക്കറ്റിന് അർഹതയുണ്ട്. കാരണം ഒരാൾ റേഷൻ കാർഡിൽ പേരില്ല എന്നുകൊണ്ട് മാത്രം നമുക്കത് റിജക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ അവിടുത്തെ സ്ഥിരതാമസക്കാരനാണ് എന്ന് തെളിയിക്കുന്ന ഒരു രേഖ എന്തെങ്കിലും ഹാജരാക്കിയാൽ മതി. പഞ്ചായത്തിലാണെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് ലഭിക്കും, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലാണ് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് കിട്ടും, കോർപ്പറേഷനിൽ നിന്ന് റെസിഡൻസ് സർട്ടിഫിക്കറ്റ്, ആ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കേണ്ടതുണ്ട്. അയാൾ അവിടുത്തെ സ്ഥിരതാമസക്കാരനാണ് എന്ന് തെളിയിക്കുന്ന ഒരു രേഖ ഉണ്ടായിരിക്കണം. ഇപ്പം OBC വിഭാഗത്തിൽ പല കാറ്റഗറി വരുന്നുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം പാരൻസിന് ഗവൺമെൻറ് ജോലി ആണെങ്കിൽ അതിൻ്റെ നിയമവശങ്ങൾ എന്തൊക്കെയാണ്? സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അവരുടെ വരുമാനമല്ല ഉദ്ദേശിക്കുന്നത്, അവർ ജോലിയിൽ പ്രവേശിച്ച ആ സ്റ്റാറ്റസാണ് നോക്കുന്നത്. ഉദാഹരണത്തിന് ക്ലാസ് 1 ഓർ ക്ലാസ് 2 ആയിട്ടാണ് അവർ സർവീസിൽ പ്രവേശിച്ചതെങ്കിൽ അവരുടെ മക്കൾക്ക് നോൺ ക്രീമിലെയർ സർട്ടിഫിക്കറ്റിന് അർഹതയുണ്ടായിരിക്കുകയില്ല. എന്നാൽ ഒരാൾ ക്ലാസ് 3 ആയിട്ട് സർവീസിൽ പ്രവേശിച്ചു, ഇപ്പോൾ ക്ലാസ് 1 ഓഫീസറാണ് എന്ന് വിചാരിച്ച് ക്ലാസ് 1 ആണല്ലോ എന്ന് വിചാരിച്ച് നമുക്ക് സർട്ടിഫിക്കറ്റ് നിഷേധിക്കാനും പറ്റില്ല. അവർ പ്രവേശിച്ച ആ ജോലിയുടെ സ്റ്റാറ്റസാണ് ഉദ്ദേശിക്കുന്നത്. അവർ നിർബന്ധമായും സർവീസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട്. അവരുടെ വരുമാനത്തിന് സാലറി സർട്ടിഫിക്കറ്റ് അല്ല ഹാജരാക്കേണ്ടത്. OBCയിൽ രണ്ടാമത്തെ വിഭാഗം വരുന്നത് രക്ഷിതാക്കൾക്ക് ബിസിനസ് ആണെങ്കിൽ അതിനെന്തെല്ലാമാണ്? ബിസിനസ്സുകാർക്ക് നമ്മൾ പ്രധാനമായും വരുമാനം തന്നെയാണ് നമ്മൾ അടിസ്ഥാനമായിട്ട് പരിഗണിക്കേണ്ടത്. അപ്പോൾ അവർ ഒന്നുകിൽ IT റിട്ടേൺ ഉണ്ടെങ്കിൽ അത് ഹാജരാക്കാം, അവരുടെ ബിസിനസ്സിൽ നിന്നുള്ള വരുമാനം എന്താണ് എന്നുള്ളതിനുള്ള സത്യവാങ്മൂലം ഹാജരാക്കാം. ബിസിനസ്സുകാർക്ക് വാർഷിക വരുമാനം തന്നെയാണ്, അത് 8 ലക്ഷം രൂപയിൽ താഴെ ആണെങ്കിൽ മാത്രമേ അവർക്ക് ഈ സർട്ടിഫിക്കറ്റ് ലഭ്യമാവുകയുള്ളൂ. രക്ഷിതാക്കൾക്ക് പ്രൈവറ്റ് ജോലിയോ വിദേശത്തെ ജോലിയോ ആണെങ്കിൽ അവിടെ എങ്ങനെയാണ് അതിൻ്റെ നിയമവശം? വിദേശത്ത് ജോലിയാണെങ്കിൽ അവരുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി എപ്പോഴും നിർബന്ധമായി ഹാജരാക്കണം. അതോടൊപ്പം തന്നെ അവരുടെ വരുമാനം സംബന്ധിച്ച് അവരൊരു സത്യവാങ്മൂലം എഴുതി ഹാജരാക്കേണ്ടതുണ്ട്. അപ്പോൾ അവരുടെ ജാതി തെളിയിക്കുന്ന രേഖകൾ വേണം, അതോടൊപ്പം തന്നെ വരുമാനം തെളിയിക്കുന്ന എന്ത് രേഖയാണോ ഉള്ളത് അതും കൂടെ ഹാജരാക്കേണ്ടതുണ്ട്. പ്രൈവറ്റ് ജോലിയെ സംബന്ധിച്ചോ? പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ, യൂണിവേഴ്സിറ്റികൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ, ഇവിടങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണെങ്കിൽ നമ്മൾ അവരുടെ സ്റ്റാറ്റസും നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥരെ എങ്ങനെയാണോ പരിഗണിച്ചത് അതുപോലെ തന്നെയായിരിക്കും നോക്കുന്നത്. എന്നാൽ ഇതൊന്നുമല്ല, സർക്കാർ ഇതര സ്ഥാപനങ്ങൾ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവരുടെ വരുമാനം തന്നെയാണ് നമ്മൾ നോക്കുന്നത്. അവരുടെ
വരുമാനം, കാർഷിക വരുമാനം ഒന്നും നമ്മൾ പരിഗണിക്കാൻ പാടില്ല. അവരുടെ ശമ്പള വരുമാനവും മറ്റു രീതിയിലുള്ള വരുമാനവും പരസ്പരം കൂട്ടാനും പാടില്ല. ഇതിലേതെങ്കിലും ഒന്ന് മാത്രമേ പരിഗണിക്കാൻ പറ്റൂ. ഇപ്പം OBC വിഭാഗത്തിൽ തന്നെ മറ്റ് കാറ്റഗറി വരുന്നത് അച്ഛനും അമ്മയും വ്യത്യസ്ത ജാതിയിൽപ്പെട്ടത്, അതുപോലെ അച്ഛനും അമ്മയും വേർപിരിഞ്ഞവർ, അതുപോലെ അച്ഛൻ അതർ സ്റ്റേറ്റിൽ നിന്നുള്ളയാൾ, അമ്മ കേരളീയൻ, അങ്ങനെയുള്ള കാറ്റഗറീസ് വരുന്നുണ്ട്. അവരെയൊക്കെ സംബന്ധിച്ച് എങ്ങനെയാണ് ഇതിൻ്റെ നിയമവശങ്ങൾ? ഇപ്പം പേരൻസ് മിശ്രവിവാഹിതരാണെങ്കിൽ അവർക്കും നമ്മൾ OBC സർട്ടിഫിക്കറ്റ് നൽകേണ്ടതാണ്. ഇപ്പം അച്ഛൻ ഒരു മറ്റ് സ്റ്റേറ്റിൽപ്പെട്ട ആളാണെങ്കിൽ അവർ അവിടുത്തെ പിന്നോക്ക ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണെങ്കിൽ അവിടുത്തെ സർട്ടിഫിക്കറ്റ് അവർ ഹാജരാക്കേണ്ടതുണ്ട്. ഇതോടൊപ്പം മിശ്രവിവാഹിതരിൽ ഒരാൾ മറ്റു പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളാണെങ്കിൽ അവരുടെ മക്കൾക്ക് മറ്റു പിന്നോക്ക സമുദായത്തിന്റെ OBCയുടെ എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കും. നമുക്ക് മതം മാത്രമേ മാറാൻ പറ്റുള്ളൂ, ജാതി മാറാൻ പറ്റുന്നില്ല. അത് നമ്മളെപ്പോഴും ഓർക്കേണ്ട കാര്യമാണ്. നമ്മളൊരിക്കലും മുസ്ലിം എന്നുള്ളതിനെ നമ്മൾ അതിൻ്റെ സബ് കാസ്റ്റ് അത് നമുക്ക് മാറാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ക്രിസ്തുമതം എന്ന് പറയുന്നതിനെ നമുക്ക് ഹിന്ദുമതം അങ്ങനെ മാറ്റാം. പക്ഷേ അതിൽ വരുന്ന സബ് കാസ്റ്റുകളെ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ RC ആണ്, എനിക്ക് ഇതിനെ മാറ്റി ഈഴവ എന്ന് കിട്ടണം എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ എപ്പോഴും വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ടതാണെങ്കിൽ, മിശ്രവിവാഹിതരാണെങ്കിൽ അവർ ഏത് ആചാരപ്രകാരം ജീവിക്കുന്നു അതിനെ നമ്മൾ മാനദണ്ഡമാക്കണം. അതുപോലെ തന്നെ ആ സമുദായം അവരെ അവരിൽ ഒരാളായിട്ട് അംഗീകരിക്കുന്നുണ്ടോ എന്നത് നമ്മൾ അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് വേണം. അല്ലെങ്കിൽ ഇവർ പുതുതായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് വിചാരിക്കുക. അപ്പോൾ ആര്യ സമാജം അല്ലെങ്കിൽ അവർക്ക് ആധികാരികമായിട്ട് മുസ്ലിമിലേക്കാണ് മാറിയെങ്കിൽ അവർക്ക് എവിടെ നിന്നാണോ അതിൻ്റെ ഒരു ശുദ്ധി സർട്ടിഫിക്കറ്റ് ലഭിച്ചിരിക്കുന്നത് ആ സർട്ടിഫിക്കറ്റുകളൊക്കെ അവർ ഹാജരാക്കേണ്ടതുണ്ട്. അപ്പം OBCക്ക് ആണെങ്കിൽ ഏത് ആചാരപ്രകാരമാണോ അവർ ജീവിക്കുന്നത് അതും കൂടെ നോക്കിയാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. മറ്റൊരു സംശയം, ക്രിസ്ത്യൻ വിഭാഗത്തിന് മൈനോറിറ്റി സർട്ടിഫിക്കറ്റിന് എന്തൊക്കെ രേഖകളാണ് ഹാജരാക്കേണ്ടത്? അതോടൊപ്പം എങ്ങനെയാണ് ക്രിസ്ത്യൻ ആണ് എന്ന് എങ്ങനെയാണ് നമ്മൾ തെളിയിക്കേണ്ടത്? മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് നൽകുന്നത് തഹസീൽദാരാണ്. നമ്മൾ ഹാജരാക്കേണ്ട രേഖകൾ എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റാണ്. മാതാപിതാക്കളുടെയും കുട്ടിയുടെയും സ്കൂൾ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുക. സ്കൂൾ സർട്ടിഫിക്കറ്റ് രേഖകളിലൊന്നും ജാതി തെളിയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ബന്ധപ്പെട്ട പള്ളിയിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ സമുദായത്തിൽ നിന്നോ ഉള്ള ഒരു ആധികാരികമായ രേഖ അവർ ഹാജരാക്കേണ്ടതുണ്ട്. അതോടൊപ്പം എല്ലാ സർട്ടിഫിക്കറ്റുകൾക്കും എന്നതുപോലെ തന്നെ റേഷൻ കാർഡിൻ്റെ കോപ്പി, സ്കൂൾ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, പിന്നെ പ്രാദേശിക അന്വേഷണം വേണമെങ്കിൽ ആവശ്യമെങ്കിൽ വില്ലേജ് ഓഫീസർക്ക് 2 സാക്ഷികളുടെ മൊഴിയെടുത്തും ഒക്കെ റിപ്പോർട്ട് തഹസീൽദാർക്ക് നൽകാവുന്നതാണ്. തഹസീൽദാരാണ് മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നത്. മാം, പേരിൽ സർട്ടിഫിക്കറ്റിലുള്ള മാറ്റങ്ങൾക്കായി നമ്മൾ സമർപ്പിക്കുന്ന 1 and same സർട്ടിഫിക്കറ്റ് അത് വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭ്യമാകുമോ, അതോ നമ്മൾ സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഒരു സത്യവാങ്മൂലം മതിയാവുമോ? 1 and same സർട്ടിഫിക്കറ്റ് മിക്കവാറും നമ്മളോട് ആവശ്യപ്പെടാറുണ്ട്. വില്ലേജ് ഓഫീസിൽ നിന്ന് അത് ലഭ്യമാണ്. നമ്മുടെ ശരിയായിട്ടുള്ള പേര് തെളിയിക്കുന്ന ഒരു രേഖയും തെറ്റായി കിടക്കുന്ന പേര് കിടക്കുന്ന ഒരു രേഖയും അപേക്ഷകൻ ഹാജരാക്കേണ്ടതുണ്ട്. ഏത് രേഖകളിലാണോ ഇത് തെറ്റായി കിടക്കുന്നത്, ഏത് രേഖകളിലാണോ ഇത് ശരിയായി കിടക്കുന്നത്, ഒരാൾക്ക് തന്നെ വിളിപ്പേര് കാണാം. അപ്പം നമുക്കൊരു രേഖ ഹാജരാക്കാനില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രദേശത്ത് ഉള്ള ആരെങ്കിലും 2 ആളുകളുടെ സാക്ഷിമൊഴി എടുത്തും വിശദമായ അന്വേഷണം രേഖകൾ പരിശോധിച്ചുമാണ് നമ്മൾ എപ്പോഴും 1 and same സർട്ടിഫിക്കറ്റ് നൽകുന്നത്. വില്ലേജ് ഓഫീസർ അത് നൽകുന്നതാണ്. മറ്റൊരു സംശയം ഈ സർട്ടിഫിക്കറ്റുകളുടെ കാലാവധിയെ സംബന്ധിച്ചാണ്. ഈ സർട്ടിഫിക്കറ്റുകൾക്ക് എത്രയാണ് കാലാവധി വരുന്നത്? 6 മാസമാണോ 1 വർഷമാണോ? ഇപ്പം SC ST തുടങ്ങിയ ജാതി സർട്ടിഫിക്കറ്റുകൾക്ക് 3 വർഷത്തെ കാലാവധിയാണുള്ളത്. അതേസമയം വരുമാന സർട്ടിഫിക്കറ്റിന് 1 വർഷത്തെ കാലാവധിയാണുള്ളത്. നേറ്റിവിറ്റി അല്ലെങ്കിൽ ഡൊമിസൈൽ അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ നമുക്ക് ലൈഫ് ലോങ് ആണ്. നമുക്ക് ആയുഷ്കാലം മുഴുവനും ഒരിക്കൽ കിട്ടിയാൽ മതി. ആ സർട്ടിഫിക്കറ്റ് തന്നെ നമുക്ക് സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ട് നമ്മൾ നൽകിയാൽ മതി. ഇനി ഒരു കോഴ്സ് തുടങ്ങി ആ കോഴ്സിൻ്റെ അവസാനം വരെ ഈ വരുമാന സർട്ടിഫിക്കറ്റിനെല്ലാം നമുക്ക് കാലാവധി ഉണ്ടായിരിക്കുന്നതാണ്. മാം, എല്ലാ സർട്ടിഫിക്കറ്റിനും തന്നെ അപ്പോൾ നമുക്ക് 1 വർഷം മിനിമം കാലാവധി ഉണ്ട്. അപ്പോൾ ഒരു സാമ്പത്തിക വർഷത്തിൽ നമുക്ക് ഒറ്റത്തവണ മാത്രമാണോ ഈ സർട്ടിഫിക്കറ്റുകൾ ലഭ്യമാകുന്നത്? ഇല്ല, നേരത്തെ നമ്മൾ ഒരു പ്രത്യേക പർപ്പസ് പറഞ്ഞായിരുന്നു സർട്ടിഫിക്കറ്റ് നൽകിയത്. ഇപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റിലൊക്കെ നമ്മളങ്ങനെ ഒരു പർപ്പസ് നമ്മൾ പറയുന്നില്ല. 1 വർഷക്കാലത്തേക്ക് നമ്മൾ വരുമാന സർട്ടിഫിക്കറ്റ് നൽകുകയാണ്. ഒരു പ്രത്യേക കോഴ്സിന് തന്നെ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ബന്ധപ്പെട്ട ഓഫീസുകളിൽ ചെന്നാൽ നമുക്ക് ആ ഒരു ഉദ്ദേശം രേഖപ്പെടുത്തി നമുക്ക് സർട്ടിഫിക്കറ്റ് അവിടുത്തെ ഉദ്യോഗസ്ഥൻ അനുവദിക്കേണ്ടതാണ്. അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ പകർപ്പ് തന്നെ ഹാജരാക്കിയാൽ മതിയാവുന്നതാണ്. 1 വർഷത്തേക്ക് ഒരു സർട്ടിഫിക്കറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്.
നോൺ ക്രിമി ലെയർ സർട്ടിഫിക്കറ്റിന്റെ കേസിൽ ചിലപ്പോഴെങ്കിലും തഹസിൽദാർ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസർ അപേക്ഷകൾ നിരസിക്കാറുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അപ്പീലിനുള്ള അവസരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. സർട്ടിഫിക്കറ്റുകൾക്ക് നമുക്ക് അപ്പീൽ നൽകാവുന്നതാണ്. പക്ഷേ അതിന് കാലാവധിയുണ്ട്. നമുക്ക് സർട്ടിഫിക്കറ്റ് നിരസിച്ചു അല്ലെങ്കിൽ ലഭിച്ചു ഇതിന് ശേഷം 30 ദിവസത്തിലെ കാലാവധിക്കുള്ളിൽ നമ്മൾ അപ്പീൽ നൽകേണ്ടതാണ്. അപ്പോൾ വില്ലേജ് ഓഫീസർ ഒരു അപേക്ഷ നിരസിക്കുകയാണെങ്കിൽ അത് തഹസിൽദാർക്കാണ് അതിൻ്റെ അപ്പീൽ അധികാരി. അവിടെയാണ് നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടത്. ഇനി തഹസിൽദാരാണ് അപേക്ഷ നിരസിച്ചത് എങ്കിൽ നമ്മൾ ബന്ധപ്പെട്ട RDOയ്ക്ക് വേണം നമ്മൾ അപേക്ഷ നൽകാനായിട്ട്. പക്ഷേ എപ്പോഴും ആ കാലാവധി നമ്മൾ നോക്കിയിരിക്കണം. നമുക്ക് അറിയിപ്പ് കിട്ടി 30 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ അപ്പീൽ ഫയൽ ചെയ്യേണ്ടതാണ്. മറ്റൊരു സംശയം, OEC കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കേരളത്തിൽ വിദ്യാഭ്യാസത്തിനായിട്ട് ഫീസ് ഇളവ് കിട്ടുന്ന കാറ്റഗറീനെ നമുക്ക് എങ്ങനെ കണ്ടെത്താൻ സാധിക്കും? OEC കമ്മ്യൂണിറ്റിയെ നമ്മൾ OBCയിൽ തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവർക്ക് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് തന്നെയാണ് നൽകാറുള്ളത്. കാരണം നമ്മൾ ഒരു ജാതി സർട്ടിഫിക്കറ്റ് നമുക്ക് തഹസീൽദാർ നൽകുന്നതാണ് നമുക്ക് SC ST വിഭാഗങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റ് എന്നത്. അപ്പോൾ ആയത് വില്ലേജ് ഓഫീസർ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർ അന്വേഷണം നടത്തി അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് തഹസീൽദാർ ഈ സർട്ടിഫിക്കറ്റ് നൽകുന്നത്. 3 വർഷത്തെ കാലാവധി ഇതിനുണ്ടായിരിക്കും. എപ്പോഴും നമ്മൾ മാതാപിതാക്കളുടെ ജാതി സംബന്ധിച്ച രേഖകൾ ഹാജരാക്കിയിരിക്കണം. ഇപ്പം ക്രിസ്ത്യൻ, മലയരയ തുടങ്ങിയ വിഭാഗങ്ങളെ നമ്മൾ ST വിഭാഗത്തിൽ തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ജാതി സർട്ടിഫിക്കറ്റിനായി നമ്മൾ അപേക്ഷിക്കുമ്പോൾ മാതാപിതാക്കളുടെ സർട്ടിഫിക്കറ്റ് നമ്മൾ മസ്റ്റായിട്ടും ഹാജരാക്കിയിരിക്കണം. അച്ഛനും അമ്മയും ഏത് ജാതിയിൽ പെടുന്നു എന്നത് നിർബന്ധമായും രേഖ ഹാജരാക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ അവരുടെ സമുദായത്തിൻ്റെ എന്തെങ്കിലും രേഖകൾ ഹാജരാക്കിയിരിക്കണം. മുൻപ് ലഭിച്ചിരിക്കുന്ന ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. കുട്ടിയുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിരിക്കണം. അവരുടെ സമുദായ സംഘടനകളുടെ എന്തെങ്കിലും ലെറ്റർ ഉണ്ടെങ്കിൽ അത് ഹാജരാക്കിയിരിക്കണം. അവർ ST വിഭാഗത്തിൽ അല്ലെങ്കിൽ SC വിഭാഗത്തിൽ ഉൾപ്പെടുന്നു എന്ന് തെളിയിക്കുന്ന എല്ലാ രേഖകളും ഹാജരാക്കിയാൽ മാത്രമേ തഹസീൽദാർ നമുക്ക് സർട്ടിഫിക്കറ്റ് അനുവദിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയും സമയം വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറേ അധികം വിവരങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെച്ച ശ്രീമതി ബീന ഡേവിസ് മാഡത്തിന് ഞങ്ങളുടെ നന്ദി. അതുപോലെ തന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പാരൻസിനും അതുപോലെ കുട്ടികൾക്കും ഇനിയും നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും. നിങ്ങളുടെ സംശയങ്ങളെല്ലാം ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എത്രയും പെട്ടെന്ന് അതിന് വളരെ കൃത്യമായ ഒരു മറുപടിയുമായി ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി. Brilliant Study Center, India's #1 coaching center for NEET and JEE.